മുഖ്യമന്ത്രി പിണറായി വിജയൻ സൃഷ്ടിച്ചുകൊണ്ട് വന്ന ചീട്ടുകൊട്ടാരം ഏതാണ്ട് തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്, അങ്ങനെയാണ് പറയുക. പക്ഷെ എങ്ങനെ തോന്നുന്നു? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാ കോർപ്പറേഷനുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കോർപ്പറേഷനിലൊക്കെ എത്ര ശക്തമായിട്ടുള്ള രീതിയിലാണ് ഇടതുപക്ഷത്തെ ആളുകൾ അടിച്ചിട്ടതെന്ന് കാണാം. അതിൽ ഏറ്റവും വലിയ തോൽവി എനിക്ക് തോന്നുന്നത് കൊല്ലത്തെ തോൽവിയാണ്. കൊല്ലത്ത് കോർപ്പറേഷൻ നഷ്ടപ്പെടുമ്പോൾ അവിടെ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടതുപക്ഷത്തിന് അവിടെ വലിയ തരത്തിൽ ദ്രോഹമുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സിനിമാ നടൻ മാത്രമല്ല, പിന്നാലെ വരുന്ന BJP കൂടിയാണ് എന്ന് സൂചിപ്പിക്കും. BJP അവിടെ സൃഷ്ടിച്ച വിജയം ഇടതുപക്ഷ വോട്ടുകൾ എങ്ങനെ LDFിൽ നിന്ന് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിന് ദൃഷ്ടാന്തമാണ്. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരുപാട് വോട്ടുകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ 3 ജില്ലകളിലും BJPയിലേക്ക് പോകുന്നതിൻ്റെ ഫലം കൂടിയാണ് ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടി LDFിൽ ലഭിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ബേസ് വോട്ടാണ്. ആ ബേസ് വോട്ട് നഷ്ടപ്പെടുന്നത് വലിയ പരാജയത്തിൻ്റെ സൂചനയാണ്. ഇപ്പം ഈ ഹരിപ്പാട് മുതൽ ഏതാണ്ട് കരുനാഗപ്പള്ളി വരെ എടുത്തു കഴിഞ്ഞാൽ ഈഴവ ബെൽറ്റ് ഉണ്ടായിരുന്നു. ഏതാണ്ട് ആലപ്പുഴ മുതൽ തുടങ്ങേണ്ടതാണ്. അത് ഈ ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ്, ഈഴവ വോട്ട് ചോർന്നു പോയി തുടങ്ങിയത്. ഇപ്പോൾ ഇത് ഏതാണ്ട് വളരെ പ്രകടമായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാവുമല്ലേ? നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ശബരിമല ഇമ്പാക്റ്റ് നമ്മൾ ഒരു വീഡിയോ ചെയ്തല്ലോ, അതിൽ നമ്മൾ പറയാതെ വിട്ടൊരു കാര്യമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ യുവതീ പ്രവേശനത്തിന് ശേഷം CPMന് വലിയ തോൽവി ഉണ്ടായല്ലോ. അപ്പം തന്നെ ഈ ബേസ് വോട്ടിൽ വലിയ ചാഞ്ചല്യം വന്നിരുന്നു. നമ്മുടെ തിരുവിതാംകൂറിൽ ഇഴവ വോട്ട് മാറിപ്പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അതിൽ ആ വോട്ടുകളിൽ വരുന്ന ഷിഫ്റ്റ് എപ്പോഴും ഈ പാർട്ടിയെ ബാധിച്ചുകൊണ്ടിരിക്കും. അതിനെപ്പറ്റി പാർട്ടിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നു. അതാണ് ഈ ഹിന്ദു വോട്ടുകൾ പോകുന്നു എന്നുള്ള അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ആ സമയത്ത് ന്യൂനപക്ഷ പ്രീണനം, പലതരത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വെള്ളാപ്പള്ളി നടേശനും പല പ്രസംഗങ്ങളിൽ അദ്ദേഹം അത് അവസാനിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ആ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ ലവ് ജിഹാദ് തുടങ്ങിയ പ്രതിഭാസങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഇപ്പൊ അഖിലാഹാദിയുടെ പോലുള്ള സംഭവങ്ങളുമൊക്കെ കേരളത്തിൽ വല്ലാതെ ബാധിക്കുന്ന ഒരു സമുദായം. അത് പ്രധാനമായിട്ട് ഈ കാലത്തൊക്കെ നടക്കുന്നത്. ഇനി ചരിത്രം നോക്കിയാലും ഇത്തരം സംഭവങ്ങൾ ധാരാളമില്ലേ, അല്ലേ? ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഇതിഹാസ കഥാപാത്രം, അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്, അല്ലേ? മതം മാറിയ ഒരാൾ വന്നിട്ടല്ലേ അദ്ദേഹത്തിന്റെ അവസാനം വരുന്നത്. അപ്പൊ ആ സംഘർഷം പണ്ടേ ഉള്ളതാണ് തിരുവിതാംകൂറില്. ആ സംഘർഷം വീണ്ടും ആധുനിക കാലത്തേക്ക് ഈ മാറി മാറി വന്നതാണ് നമ്മൾ ഈ വിശ്വാസത്തിന്റെ പ്രശ്നവുമായിട്ട് നോക്കുമ്പോൾ കാണുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഈ പ്രശ്നം, പ്രത്യേകിച്ച് ഈ PFI SDPI ഇങ്ങനെ ആ ശ്രീനിവാസന്റെ കൊലപാതകം, അത് കഴിഞ്ഞിട്ടുമൊക്കെ ഇത് എല്ലാവരും അവിടെ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ. കാരണം തീവ്രവാദികൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നുഴഞ്ഞു കയറി ഇതിനെയൊക്കെ ജി സുധാകരനൊക്കെ എതിരെയുള്ള നീക്കങ്ങൾ ഇവരുടെയൊക്കെ സഹായത്താൽ നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. അമ്പലപ്പുഴ കേന്ദ്രമായിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അത് സുധാകരൻ ശരിക്കും ഊന്നുന്നുണ്ട്. ഇന്നയാളാണ് അതിന്റെ ചരട് വലിച്ചത് എന്ന് പറഞ്ഞിട്ട്. ഈ ജി സുധാകരൻ മത്സരിച്ച കായംകുളം മണ്ഡലത്തിലാണ്. കായംകുളം മണ്ഡലത്തിൽ ജി സുധാകരൻ തോൽപ്പിച്ചതിൽ ഒരു നിർണായക ഘടകം ഈ ഈഴവ വോട്ടുകൾ മാറി ചിന്തിച്ചു എന്നുള്ള. ഇപ്പൊ 2 തവണയായിട്ട് അവിടെ മത്സരിക്കുക U പ്രതിഭ എന്ന് പറയുന്ന MLA ആണ്. പക്ഷേ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കായംകുളം മണ്ഡലത്തിൽ ഒന്നാമതെത്തിയത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ്. ഹരിപ്പാട്ട് വലിയ മുന്നേറ്റം നടത്തി, കരുനാഗപ്പള്ളി മണ്ഡലത്തിലും വലിയ മുന്നേറ്റം നടത്തി. എന്ന് പറഞ്ഞാൽ ഈഴവ വോട്ടുകൾ പഴയതുപോലെ CPMന്റെ പെട്ടിയിൽ കൃത്യമായിട്ട് വീഴില്ല എന്ന കാര്യം ഉറപ്പായി. ഇനി അവിടെ ശോഭാ സുരേന്ദ്രൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കൈവിട്ടുപോയ ഭൂരിപക്ഷ വോട്ടുകളെ തിരിച്ചുപിടിക്കാൻ ഇനി CPMന് കഴിയുമോ? കേരളത്തിലെ 5% പരമാവധി വോട്ടിൻ്റെ ഷിഫ്റ്റ് വന്നാൽ NDAക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. ഏതാണ്ട് അതിൻ്റെ ഒരു വാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇതിനെപ്പറ്റി LDFനും UDFനും ഒക്കെ ബോധം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഈ ഡാറ്റയൊക്കെ നോക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇവരുടെ ഈ
14%, 15% ആണല്ലോ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ വലിയ വ്യത്യാസം ഇത്തവണ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. പലയിടത്തും സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ടല്ലോ, അതെ അതെ കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുമുണ്ട്. ഒരു കോർപ്പറേഷനിൽ തന്നെ ഇത്ര ആളുകൾ ജയിച്ചു വന്നില്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് ആ ഷിഫ്റ്റ്, ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഷിഫ്റ്റ് തിരുവിതാംകൂറിൽ സംഭവിക്കുന്നത് ഈഴവർക്കിടയിലാണ്. അത് പച്ച പരമാർത്ഥം മാത്രമാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന, അതായത് CPM-ന്റെ വിചാരം എന്തായിരുന്നു? നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കൂടെ ഈഴവര് നിന്നോളും. അതിന് മാറ്റം ആ വിചാരം എന്ന് പറഞ്ഞാൽ വെറുതെയാണെന്നുള്ളത് ഈഴവർ തന്നെ, ഈഴവർക്ക് ബുദ്ധിയുണ്ട് എന്നുള്ളത് ഈഴവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ നാളായിട്ട്. അതാ വിശ്വാസ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളിന്റെ ഭാര്യയൊക്കെ അവരൊക്കെ വിശ്വാസത്തിന്റെ കൂടെ ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഷിഫ്റ്റ്, ഈഴവ വോട്ടിലെ ഷിഫ്റ്റ് ഉഗ്രമാണ്. ഈ ഷിഫ്റ്റ് ഉണ്ടാകുന്നതിന് അത് മാത്രമല്ല കാരണം, ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈഴവ സമൂഹത്തിൻ്റെ തന്നെ മുന്നേറ്റത്തിന് സഹായിച്ചിട്ടുള്ളതാണ് മുൻകാലങ്ങളിൽ. ആ രാഷ്ട്രീയം അവർ ഉപേക്ഷിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിനകത്ത് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അവന് വേണ്ടി ഈഴവ മാറിക്കൊടുക്കണം. ഏത് പാർട്ടിക്കകത്ത കാര്യമാണത്. ഇത് പല സഹാക്കളും പരാതി പറഞ്ഞിട്ടുള്ളതാണ്. ആ സംവരണം എന്ന് പറയാം ശരിയാണ്. പാർട്ടിക്ക് ഇപ്പോൾ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ, ഇത് മുസ്ലിം മാത്രമല്ല, ക്രിസ്ത്യാനി ഉണ്ടെങ്കിലും മാറിക്കൊടുക്കും. ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് സഫർ ചെയ്യേണ്ടി വരുന്ന ഇവരാണ് എന്ന തോന്നൽ അവർക്ക് വളരെ ശക്തമായിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആൾക്ക് പാർട്ടിക്കകത്ത് ഇതിങ്ങനെ കൊണ്ടു കിടക്കുന്നുണ്ടാവും, പക്ഷെ പിണറായി വിജയന്റെ കാലിന്റെ അടിയിൽ മണ്ണൊലിച്ചു പോകുന്നു എന്നല്ലേ ഈ പറഞ്ഞു വരുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് പിണറായി വിജയനോട് പറയുന്നത്, നിങ്ങൾ തുടരുന്ന ഈ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പോകാം. അങ്ങനെയാണെങ്കിൽ പാർട്ടി ഒരു നേതൃമാറ്റത്തിനെ പറ്റി ആലോചിക്കുമോ? അങ്ങനെ ആലോചിച്ചാൽ മാത്രമല്ലേ പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. നേരത്തെ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി നയിക്കും, അങ്ങനെയല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന ആളുകൾ ചോദിക്കുന്ന തെരഞ്ഞെടുപ്പാണത്. കാരണം മൂന്നാം പിണറായി എന്ന് ഇനി സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല സംസാരിക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാവുമെന്ന്. പക്ഷെ ഇവരിഞ്ഞ് വീണ്ടും അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മൂന്നാം പിണറായി വേണ്ട എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സന്ദേശം ഇതിനകത്തുണ്ട്. അപ്പോൾ പാർട്ടി എന്താ വേണ്ടത്? പാർട്ടി ഇപ്പോൾ തുടരുന്ന പ്രക്രിയകളിൽ നിന്ന് മാറി ചിന്തിക്കാൻ ബാധ്യസ്ഥമാണെന്ന് തിരിച്ചറിവ് നേടണം. എന്നിട്ട് മാറി ചിന്തിക്കണം. എവിടെയും പുനർനിർമ്മാണം സാധ്യമാണ്, അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ. പിണറായി മാറിയാൽ പകരം ആരുണ്ട്? അല്ല, ഇപ്പം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മുതിർന്ന നേതാക്കളെയൊക്കെ മാറ്റി നിർത്തി. പിണറായി വിജയൻ ഒറ്റയ്ക്ക് ജയിച്ചു വരുന്നു. ബാക്കിയുള്ള ജി സുധാകരൻ അടക്കം AK ബാലൻ അടക്കം എല്ലാവരും പല കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ പിണറായി വിജയൻ തന്നെ പറഞ്ഞു, അവരൊക്കെ ഒരു പരിധി കഴിഞ്ഞല്ലോ, ഇനി മാറി നിൽക്കട്ടെ. അപ്പോൾ പിണറായി വിജയനും ഇനി ഒരു രാഷ്ട്രീയ വനവാസത്തിന് തയ്യാറെടുക്കേണ്ട സമയമായി എന്ന് ഒരു സന്ദേശം കൊടുത്തു. പിണറായി വിജയനോടും ചോദിക്കാവുന്ന അങ്ങനെയാണല്ലോ, ഇനി അങ്ങേക്ക് മാറാറായില്ലേ എന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ചോദിച്ചു, അതിന് പകരം ആരാണ്? പകരമൊക്കെ ആളുകൾ നേരത്തെ ഉണ്ടാക്കണ്ടേ, അല്ലാണ്ട് ഒരാളെ മാറ്റിയിട്ട് അയ്യോ ഇനി പകരം ആരാണെന്ന് അന്വേഷിച്ച് തന്നിട്ട് കാര്യമുണ്ട്? ഒരു എന്താണ് സെക്കൻഡ് ജനറേഷൻ ലീഡേഴ്സ് എന്ന് പറയുന്നത് CPM-നുണ്ടോ? ഇല്ല. ആരാണത് ഇല്ലാതാക്കിയത്? പിണറായി വിജയൻ. അപ്പം പാർട്ടിയെയും അധികാരത്തെ ഒരുപോലെ കൈപ്പിടിയിൽ ഒതുക്കി പോയ പിണറായി വിജയൻ ഒരുപാട് ശത്രുക്കളില്ലേ? അവരെല്ലാം കൂടി ഇനി ഒന്നിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ശത്രുക്കളുടെ പ്രശ്നങ്ങളല്ല, ശത്രുക്കൾ പോലും ഇല്ലാത്ത തരത്തിലേക്ക് ദുർബലപ്പെടുത്തിയ പാർട്ടി. ശത്രുക്കളൊന്നുമില്ല പിണറായി വിജയൻ പാർട്ടിയിൽ. എന്ത് ശത്രു? അങ്ങനെയല്ല. അതായത് ചോദ്യം ചോദിക്കാനുള്ള ശേഷിയുള്ള ഒറ്റ ആളും ഇപ്പം അതിനകത്തില്ല. അവരൊക്കെ മിക്കവാറും പുറത്താക്കുകയോ അവരില്ലാതാകുകയോ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിലും ഇപ്പൊ ഒതുങ്ങി നിൽക്കുന്ന നേതാക്കളെല്ലാം കൂടി ഇനി സംഘടിപ്പിക്കില്ല, പറ്റില്ല. ഇപ്പൊ നിൽക്കുന്ന നേതാക്കന്മാർക്ക് എന്ത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഉള്ളത്? ഇവനൊക്കെ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ഹരോ 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 ഹലോ 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 എന്ന് പറഞ്ഞ് പാടിക്കുന്നതൊക്കെയല്ലേ? അപ്പൊ ഇനി എന്ത് പാർട്ടി പുതിയ വഴി കണ്ടെത്തേണ്ടി വരും. എന്തായാലും ഇത് ശരിയല്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ CPM ഒരു നേതൃത്വ പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയാൻ പറ്റുമോ? CPM നേതൃത്വ പ്രതിസന്ധിയേക്കാൾ വലുതായിട്ട് പ്രത്യയശാസ്ത്ര പ്രതിസന്ധി നേരിടുന്നുണ്ട്. അല്ല, അതാണ് കാരണം നിലപാടില്ല. ഞങ്ങൾ ഇടതുപക്ഷ സമീപനം, കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ്, ബദൽ രാഷ്ട്രീയം എന്നൊക്കെ ഈ മാർക്സിസ്റ്റുകൾ എപ്പോഴും പറയാറുണ്ടല്ലോ. അതെവിടെ എന്നുള്ളതല്ല പ്രശ്നം. CPM-ന്റെ ബദൽ രാഷ്ട്രീയം എവിടെ? CPM-ന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർ കൈവിടുകയും
കോൺഗ്രസോ BJP യോ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയം കൊണ്ടു നടക്കുകയും ചെയ്താൽ ആളുകൾ ചോദിക്കുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, ഞങ്ങൾക്ക് പിന്നെ ഒറിജിനൽ വോട്ട് ചെയ്തപ്പോരെ, അങ്ങനെ UDF അല്ലെങ്കിലും BJP വോട്ട് ചെയ്തപ്പോരെ എന്ന് ചോദിക്കൂലേ? എനിക്ക് ഓർമ്മ വരുന്നത് വീക്കെൻഡ് എംബറർ അശോക എന്ന് പറഞ്ഞൊരു കഥ. അശോകൻ കലിംഗ യുദ്ധത്തില് പങ്കെടുത്ത് യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുമല്ലോ. ഒരുമാതിരി അശോകന്റെ ഭടന്മാര് മുഴുവൻ കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ് അശോകൻ സിംഹാസനത്തിൽ വന്നിരുന്നു. സാധാരണ നാടകങ്ങളിലൊക്കെ ചോദിക്കില്ലേ രാജാവ് ആരെവിടെ എന്ന് ചോദിക്കില്ലേ, അപ്പൊ ഭടനോ ആരെങ്കിലും ഒക്കെ വരണം, ആരും വരുന്നില്ല. എന്നിട്ട് അശോകൻ ഞാൻ തന്നെ ഇല്ല പറയണല്ലേ. അപ്പൊ ഈ പിണറായി വിജയന്റെ രാഷ്ട്രീയ അസ്തമനത്തിന് തുടക്കം അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തുക? അദ്ദേഹം അസ്തമിക്കുക മാത്രമല്ല, അദ്ദേഹം ആ പാർട്ടിയുടെ ലിക്വിഡേഷൻ ഉറപ്പാക്കിയിട്ടാണ് അസ്തമിക്കുന്നത്. കാരണം പകരക്കാരനില്ലല്ലോ. അപ്പൊ ഇനി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച നിർത്താൻ പറ്റും? അല്ല, പകരക്കാരനിലെ സമരക്കാരൻ പ്രഖ്യാപിച്ച് ഇത് ആ നടപ്പ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം മാറി ചിന്തിച്ചാൽ മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ പിന്നോട്ട് പോവാം. നമുക്ക് എന്ത് തീരുമാനം എന്ന് വെച്ചാൽ അവരെടുക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.